അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, പുണ്യമാക്കപ്പെട്ട ഈ റബീഉൽ അവ്വലിൻ്റെ വേദിയിൽ ആരാണ് അള്ളാഹു എന്ന വിഷയത്തെക്കുറിച്ച് ഇൻഷാ അള്ളാഹു 2 വാക്ക് ഞാൻ സംസാരിക്കുന്നു. ദുനിയാവ് ചെറിയ ലോകമാണ്, തീർന്നു പോകുന്ന ലോകമാണ്. ഈ ദുനിയാവ് ശാശ്വതമായ ലോകമല്ല. ഈ ദുനിയാവിലേക്ക് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തമ്പുരാനായ അള്ളാഹുവിനെ ആരാധിക്കാൻ മാത്രമാണ്. പടച്ച തമ്പുരാൻ നമ്മൾക്ക് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ തൗഫീക്ക് നൽകട്ടെ, ആമീൻ. സഹോദരങ്ങളെ, ആരാണ് അള്ളാഹു? ഈ ലോകത്തെ പടച്ചത് അള്ളാഹു. ഈ ഭൂമി, ആകാശം, മനുഷ്യർ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിനേക്കാളും വലിയ ഒരു ശക്തി ഈ ലോകത്തില്ല. പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. കല്ലുകൾ, മരങ്ങൾ, ഇത് ദൈവമല്ല. ഇത് കേവലം അള്ളാഹുവിൻ്റെ സൃഷ്ടി മാത്രമാണ്. ക്രൈസ്തവർ ഈസാ നബിയെ ദൈവപുത്രൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഈസാ നബി ദൈവമല്ല, ദൈവപുത്രനുമല്ല. ഈസാ നബി അള്ളാഹുവിൻ്റെ അടിമയാണ്, പ്രവാചകനാണ്. അള്ളാഹുവിന് കുടുംബങ്ങളില്ല. അള്ളാഹു ഒരുവനാണ്, ഏകനാണ്. ഇന്ന് എത്രയോ മുസ്ലിമീങ്ങൾ അമ്പലത്തിൽ പോകുന്നവരുണ്ട്. അമ്പലത്തിൽ പോയി തൻ്റെ കഷ്ടങ്ങളെ പറഞ്ഞ് പരിഹാരം തേടുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്. ഒരു മുസ്ലിം അള്ളാഹുവിനെ വിട്ട് മറ്റൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ്, അത് ഹറാമാണ്. അള്ളാഹു ഞങ്ങൾക്ക് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗത്തെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.